എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രജീഷ്. അങ്ങനെ ഇന്ന് നമ്മുടെ 12 kg വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 23ാമത്തെ ദിവസവും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു 3 ആഴ്ച കൊണ്ട് ഞാൻ കുറഞ്ഞിട്ടുള്ളത് 6 കിലോയും 200 ഗ്രാമുമാണ്. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം. നമ്മുടെ ഡയറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യം പ്രോട്ടീൻ ആണ്. ഡയറ്റിങ്ങിന്റെ ഏത് വീഡിയോ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടാവുക പ്രോട്ടീനെ കുറിച്ചായിരിക്കും. പ്രോട്ടീനുകൾ ഇത്രയധികം പോപ്പുലർ ആവാനുള്ള പ്രധാന കാരണം ജിമ്മുകളാണ്. ഈ ഒരു ജനറേഷനിലുള്ള ആളുകൾ കൂടുതലായിട്ട് മസിൽ ബിൽഡിങ്ങിനും ഫിറ്റ്നസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇന്ന് പ്രോട്ടീൻ കഴിക്കുന്നതിന്റെ ആവശ്യകത മിക്ക ആളുകൾക്കും അറിയാം. എന്നാൽ ഒരു ദിവസം എത്ര പ്രോട്ടീൻ കഴിക്കണമെന്ന് മിക്ക ആളുകൾക്കും അറിയില്ല. ചിലർ ഒട്ടും കഴിക്കുന്നില്ല, ചിലർ കൂടുതൽ പ്രോട്ടീൻ കഴിക്കുന്നു. ഇത് രണ്ടും അപകടം തന്നെയാണ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ദിവസം ഓരോ ആളുകൾക്കും എത്ര പ്രോട്ടീൻ വീതമാണ് ആവശ്യമുള്ളത് എന്നതിനെ കുറിച്ചാണ്. ഓരോ ആളുകൾക്കും എത്ര പ്രോട്ടീനാണ് ഡെയിലി ആവശ്യമുള്ളത് എന്ന് പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ പ്രായം, നമ്മുടെ ജെൻഡർ, നമ്മുടെ ശരീരഭാരം, അതേപോലെ നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളെ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് 1 കിലോ ശരീരഭാരത്തിന് 0.8 ഗ്രാം പ്രോട്ടീനാണ് ദിവസവും ഏറ്റവും മിനിമം വേണ്ടത്. അതായത് 70 ഗ്രാം ശരീരഭാരമുള്ള ഒരാൾക്ക് 56 ഗ്രാം പ്രോട്ടീനാണ് വേണ്ടത്. അതേപോലെ 60 ഗ്രാം ശരീരഭാരമുള്ള ഒരാൾക്ക് 48 ഗ്രാം പ്രോട്ടീനാണ് മിനിമം വേണ്ടത്. ഇനി ആക്റ്റീവായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് 1 കിലോ ശരീരഭാരത്തിന് 1.2 മുതൽ 1.6 ഗ്രാം വരെ പ്രോട്ടീനാണ് ആവശ്യമുള്ളത്. 60 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 72 മുതൽ 96 ഗ്രാം പ്രോട്ടീൻ വരെയാണ് ദിവസം ആവശ്യമുള്ളത്. ഇനി അടുത്ത കാറ്റഗറി ആളുകൾ അത്ലറ്റ്സ് അല്ലെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യുന്നവരാണ്. ഇവർക്ക് കൂടുതലായിട്ട് പ്രോട്ടീൻ ആവശ്യമുണ്ട്. 1 കിലോഗ്രാം ശരീരഭാരത്തിന് 1.6 മുതൽ 2 ഗ്രാം വരെ പ്രോട്ടീനാണ് ഇവർക്ക് ഡെയിലി കഴിക്കേണ്ടത്. 60 കിലോഗ്രാം ശരീരഭാരമുള്ള ആള് മിനിമം 96 ഗ്രാം പ്രോട്ടീൻ എങ്കിലും ദിവസം കഴിക്കണം. മാക്സിമം 120 ഗ്രാം പ്രോട്ടീൻ കഴിക്കാം. ഇനി അടുത്ത കാറ്റഗറി ആളുകൾ പ്രായമായവരാണ്. ഇവരിൽ പ്രധാനമായും മസിൽ ലോസ് തടയാൻ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് പ്രോട്ടീൻ കഴിക്കണമെന്ന് പറയുന്നത്. 60 കിലോഗ്രാം ശരീരഭാരമുള്ള ഒരാൾ 60 മുതൽ 72 ഗ്രാം വരെ പ്രോട്ടീനാണ് ദിവസവും കഴിച്ചിരിക്കേണ്ടത്. ഇനി അടുത്ത കാറ്റഗറി ആളുകൾ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരുമാണ്. 1 കിലോ ശരീരഭാരത്തിന് 1.1 മുതൽ 1.3 ഗ്രാം വരെ പ്രോട്ടീനാണ് ഇവർ കഴിച്ചിരിക്കേണ്ടത്. അതായത് 70 കിലോഗ്രാം ഭാരമുള്ള ഒരാൾ 77 ഗ്രാം മുതൽ 91 ഗ്രാം വരെ പ്രോട്ടീനാണ് ഡെയിലി കഴിക്കേണ്ടത്. ഈ ഒരു രീതിയിൽ പ്രോട്ടീന്റെ അളവ് പറയുന്ന സമയത്ത് പലർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾ എത്ര പ്രോട്ടീൻ ആണ് ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് എന്നുള്ളത് ഇത് കാൽക്കുലേറ്റ് ചെയ്യാനും വളരെയധികം പ്രയാസം ഉണ്ടാവും. അപ്പൊ ഈ ഒരു കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ ഡെയിലി കഴിക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണെന്നും അതിൽ എത്ര പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഒരു പുഴുങ്ങിയ മുട്ടയിൽ 6 ഗ്രാം പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത്. 200 ml പാലില് 7 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 100 ഗ്രാം തൈരില് 4 ഗ്രാം പ്രോട്ടീൻ. 100 ഗ്രാം ഗ്രീക്ക് യോഗേർട്ടിൽ 10 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. 100 ഗ്രാം പനീറിൽ 18 ഗ്രാം ആണ് പ്രോട്ടീൻ ഉള്ളത്. 100 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിൽ 25 ഗ്രാം, 100 ഗ്രാം ഫിഷിൽ 20 ഗ്രാം, 100 ഗ്രാം സോയ് ചങ്ക്സിൽ 25 ഗ്രാം, 150 ഗ്രാം പരിപ്പിൽ 6 ഗ്രാം, 100 ഗ്രാം കടലയിൽ 8 ഗ്രാം, 100 ഗ്രാം ചെറുപയറിൽ 7 ഗ്രാം, 1 കപ്പ് അഥവാ 150 ഗ്രാം റൈസിൽ 4 ഗ്രാം, ഒരു ചപ്പാത്തിയിൽ 3 ഗ്രാം, 10 ബദാമില് 3 ഗ്രാം, 30 ഗ്രാം നിലക്കടലയിൽ 7 ഗ്രാം, 1 ടേബിൾ സ്പൂൺ ചിയാ സീഡിൽ 2 ഗ്രാം എന്ന രീതിയിലാണ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടി കാണുമല്ലോ. അപ്പൊ എല്ലാവരും പോയിട്ട് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീന്റെ അളവൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. പ്രോട്ടീൻ ഒട്ടും കഴിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഫുഡിൽ കൂടുതൽ പ്രോട്ടീൻ ആഡ് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ നിങ്ങൾ ഡെയിലി പ്രോട്ടീൻ കഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പകരം നിങ്ങൾ ഒരാഴ്ച എടുത്ത് നോക്കുമ്പം ഇത്രയും എമൗണ്ട് പ്രോട്ടീൻ കഴിച്ചാൽ മാത്രം മതി. എല്ലാ ദിവസവും നമുക്ക് പ്രോട്ടീൻ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു ദിവസം പ്രോട്ടീൻ കുറവാണ് കഴിച്ചതെങ്കിൽ പിറ്റേ ദിവസം അതിനനുസരിച്ച് കൂടുതലായിട്ട് പ്രോട്ടീൻ കഴിക്കുക. ഈ ഒരു രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ പ്രോട്ടീൻ്റെ അളവ് കൊണ്ടുപോയാൽ മതി. അല്ലാതെ ഡെയിലി ഇത്രയും എമൗണ്ട് പ്രോട്ടീൻ കഴിക്കുക എന്ന് പറഞ്ഞത് നോർമലി ആളുകളെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീക്കിലി ഉള്ള ഒരു പ്ലാൻ മാത്രം മനസ്സിൽ കരുതിയാൽ മതി. ഇനി പ്രോട്ടീൻ്റെ അളവ് കൂട്ടിയാൽ മാത്രം പോരാ, അതിനോടൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറച്ചുകൂടി കൊണ്ടുവരണം. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു, 3 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു, 30 മിനിറ്റ് സൂംബ എക്സസൈസ് ചെയ്തു, 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റായി ഇന്ന് കഴിച്ചത് 4 വാൽനട്ടും 6 ബദാമും 2 മുട്ടയും കമ്പ് അല്ലെങ്കിൽ പേൾ മില്ലറ്റ് കൊണ്ടുണ്ടാക്കിയ ഉപ്പുമാവുമാണ്.
കുടിക്കാനായിട്ട് കൊണ്ടുപോയത് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡിട്ട വെള്ളമാണ്. ഉച്ചയ്ക്ക് ചെറുപയർ പുഴുങ്ങിയതും ക്യാരറ്റും കഴിച്ചു. 4 മണിക്ക് സ്നാക്സ് ആയി കഴിച്ചത് ഹൽദിറാംസിന്റെ മൂങ് ദാൽ ആണ്. വൈകിട്ട് 5 മണിക്ക് ചെറുപയർ പുഴുങ്ങിയതും പേൾ മില്ലറ്റിന്റെ ഉപ്പുമാവും കൂടെ കഴിച്ചു നിർത്തി. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലായതുകൊണ്ട് 5 മണിക്ക് തന്നെ ഭക്ഷണം കംപ്ലീറ്റ് ആയിട്ട് നിർത്തും. പിന്നീടുള്ള 16 മണിക്കൂർ വെള്ളം മാത്രം കുടിച്ച് ഫാസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.